Hi guys, welcome back to Arshi Miti Vlogs. It's me Arshi. കഴിഞ്ഞ 2 ദിവസമായി ടി വിയിലും സോഷ്യൽ മീഡിയയിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് ചൂരൽമല ആൻഡ് മുണ്ടക്കയത്തിലുണ്ടായ ഉരുൾപൊട്ടലിനെ പറ്റി. നമ്മൾ അതിൽ നിന്നിപ്പോൾ നമുക്ക് ഒരുപാട് മുന്നേറി വന്നിട്ടുണ്ട്. പല ആൾക്കാർ അതിൽ പെട്ടുപോയിട്ടുണ്ട്, അതിൽ മരണമടഞ്ഞ ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സേഫായിരിക്കുന്നവരെന്താ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. തലേദിവസം അവരെങ്ങനെ ഇരുന്നത്, എല്ലാ കാര്യവും അവരുടെ കയ്യിലുണ്ടായിരുന്നു. വീടും വസ്തുവകകളും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നിതാ നോക്കിക്കേ, ഒരു വീടോ അല്ലെങ്കിൽ അവിടെ ഏതൊരു സ്ഥലമെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളാണ് സഹായം ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സഹായം അല്ലെങ്കിൽ സപ്പോർട്ടും കൊടുക്കുമ്പോഴാണ് അവർക്ക് മുന്നോട്ട് വീണ്ടും വരാനുള്ള ഊർജ്ജം ഉണ്ടാകുന്നത്. നമ്മളെന്താ പ്രളയത്തെയൊക്കെ അതിജീവിച്ചവരാണ്. അപ്പോൾ നമുക്കിതും സാധിക്കും. നമ്മളെ കൊണ്ട് ഇനി ഇത് അതിജീവിക്കാൻ കഴിയും. അപ്പോൾ നമ്മളാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. നമ്മൾ ഒരുമിച്ചാൽ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാം. ഇപ്പോൾ ഓരോരുത്തരും അവരുടേതായ സംഘടനകളും അവരുടേതായ ഗ്രൂപ്പും അവരുടേതായ ആൾക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി അവരിലോട്ട് സഹായം എത്തിക്കുക. അതാണ് നമ്മൾ ഇനി ചെയ്യാനുള്ളത്. നമ്മൾ ആ ഒരു സമൂഹത്തിൻ്റെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാതെ നമ്മൾ എന്ത് വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടായിരിക്കുന്നു ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ഒരു സങ്കടത്തിൽ നിന്ന് കരകയറണമെങ്കിൽ നമ്മൾ മനുഷ്യരെ സഹായിക്കണം. അവരാൽ കഴിയുന്ന സഹായം എല്ലാവരും ചെയ്യണം. രക്ഷാപ്രവർത്തനത്തിനായി നമ്മളെ NDRF, ആർമി, എയർഫോഴ്സ് ഇവരെല്ലാം ഒത്തുചേർന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു ദുരന്തത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത്. അല്ല, അവരില്ലാതെ നമുക്ക് ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ കഴിയേയില്ല. നമ്മളെ ഗവൺമെൻറ് ആയാലും എല്ലാവരും ഇതിലൂടെ മുന്നോട്ട് ഇറങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും അതിജീവിക്കാൻ കഴിഞ്ഞത്. 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നഷ്ടപ്പെട്ടു പോയത്. 2 ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് ആ പാലം നിർമ്മിതമായത്. അപ്പോൾ അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അതിന് ബിഗ് താങ്ക്സ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക, സേഫായിട്ടിരിക്കുക. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നത് സ്റ്റേ ട്യൂൺ. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.